നമസ്കാരം. 4 പ്രധാനപ്പെട്ട വിഷയമാണ് പറയേണ്ടത്. അത് 4 പീസായിട്ട് തരാം. കാരണം ബാംഗ്ലൂരിൽ നിന്ന് വന്ന് എപ്പോഴും വന്ന് പറയാൻ പറ്റാത്തതുകൊണ്ടാണ്. ഒന്ന് പ്രധാനമായിട്ടുള്ള ഇത് എൻ എം സിയുടെ നിർദ്ദേശപ്രകാരം ഇവിടെ 4.5 വർഷത്തിന് ശേഷം ഫീസ് വാങ്ങിക്കാൻ പാടില്ല എന്ന് ഈ MBBS, BDS അതുപോലെ തന്നെ എല്ലാ ഹോമിയോ എല്ലാത്തിലും പഠിക്കുന്ന കുട്ടികൾക്ക് ഫീസ് മേടിക്കാൻ പാടില്ല എന്നുണ്ട്. അതിൽ MBBSൻ്റെതാണെങ്കിൽ 4.5 വർഷത്തിന് ശേഷം മേടിച്ച പൈസ തിരിച്ചു കൊടുക്കാൻ NMC പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ കേരളത്തിൽ മാത്രം ഈ കോളേജുകൾ, പ്രൈവറ്റ് കോളേജസ് ഈ കുട്ടികൾക്ക് ഈ പൈസ തിരിച്ചു കൊടുക്കുന്നില്ല. മാത്രമല്ല ഒരുപാട് രീതിയിൽ കുട്ടികൾ ബുദ്ധിമുട്ടുകയാണ്. സ്റ്റൈഫൻഡ് ആണെങ്കിലോ 6,000 തൊട്ട് 8,000 വരെ മാത്രമേ സ്റ്റൈഫൻഡ് കൊടുക്കുന്നുള്ളൂ. ഈ ബംഗാളികൾക്ക് പോലും ഇതിനും കൂടുതൽ പൈസയാണ് ഇവിടെ കിട്ടുന്നത്. 1,300 രൂപ അവർക്ക് കൂലിപ്പണിക്ക് കിട്ടും. എന്നാൽ ഈ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന സാധാരണക്കാരായിട്ടുള്ള ക്ലീനിങ് തൊഴിലാളികൾക്കും സെക്യൂരിറ്റിക്ക് പോലും 20-ന് മുകളിൽ ശമ്പളമുണ്ട്. അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട്, അതും MBBS പഠിക്കുന്ന എത്രമാത്രം ബുദ്ധിമുട്ടാണെന്നറിയാം. കഷ്ടപ്പെട്ട് പഠിച്ച കുട്ടികൾക്ക് പട്ടി വില പോലും കൊടുക്കുന്നില്ല. ഇതിന് ഇമ്മീഡിയറ്റായിട്ട് മുഖ്യമന്ത്രി ഇതിന് പരിഹാരമുണ്ടാക്കണം. കാരണം എൻജിനീയറിംഗ് കോളേജിൽ പഠിച്ചിറങ്ങിയ കുട്ടികൾക്ക് ജോലിയില്ല, അതില്ല, മറ്റേതാണ് മറിച്ചാണെന്ന് പറഞ്ഞ് പൂക്കി ഇങ്ങനെ കിടന്ന് കംപ്ലീറ്റ് പൂത്തിരി പോലെ കത്തി നിൽക്കുകയാണ്. എന്നാൽ എന്തുകൊണ്ട് കുട്ടികൾ മറ്റ് സംസ്ഥാനങ്ങളിൽ പോകുന്നു? ഇവിടെ തന്നെ അവർക്കുള്ള തൊഴിലും അവർക്കുള്ള ശമ്പളവും ഒന്നും ക്ലിയറാക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇമ്മീഡിയറ്റായിട്ട് ഈ ഒരു കാര്യം, ഇത് ഇപ്പം ഞാൻ ഷോൻ്റെ അടുത്ത് പറഞ്ഞതാണ്, എന്തുകൊണ്ട് നിങ്ങൾ BJPക്കാർ ഈ വിഷയം അറ്റൻഡ് ചെയ്യുന്നില്ല? കാരണം നദ്ദാജിയുടെ അണ്ടറിലുള്ളതാണ്. നരേന്ദ്രമോദിജി വളരെ നല്ല പല കാര്യങ്ങളും ചെയ്ത കൂട്ടത്തിൽ ഒരു കാര്യമാണത്. ഇതൊന്നും ഇവിടുത്തെ BJPക്കാർ സംസാരിക്കുകയോ പറയുകയില്ല. കാരണം 3 ട്രേ മുട്ട നമുക്ക് നിയമസഭയെ കൊണ്ടു കൊടുക്കണം. അവിടെ 3 MLA-മാരുടെ മൂട്ടിൽ വെച്ച് കഴിഞ്ഞാൽ അടയിരുന്ന് കഴിഞ്ഞാൽ കോഴിക്കുഞ്ഞെങ്കിലും വിരി. അങ്ങനെയെങ്കിലും ഒരു ഗുണം ഇവരെ കൊണ്ടുണ്ടാവണ്ടേ? അല്ല, ഞാൻ ചോദിക്കുകയാണ്, ഇവരെ കൊണ്ട് എന്ത് കമാന്നൊരക്ഷരം ഉണ്ട്? പിന്നെ എന്തിനാണ് ഈ താമരയും വാഴയിലയായിട്ടൊക്കെ ഇവർ നടക്കുന്നത്? ആ കിഴങ്ങൻ ഒരു മണ്ടനുണ്ടല്ലോ, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, അങ്കിൾ ബൺ. ഈ അങ്കിൾ ബണ്ണ് ജിമ്മിൽ പോയിരുന്ന മസിൽ പിടിച്ച് ബിഷപ്പിൻ്റെ, പണ്ട് ഇലക്ഷൻ സമയത്ത് ബിഷപ്പിൻ്റെ ജിമ്മിൽ പോയി പുഷപ്പ് അടിച്ചുകൊണ്ട് കിടക്കുകയായിരുന്നു. ഇപ്പോൾ അത് മാറിയിട്ട് ഇപ്പോൾ ഓൺ ജിമ്മിലിരിക്കുകയാണ്. ഇതൊന്നും സംസാരിക്കുന്നില്ല. അപ്പോൾ ഇതിന് എന്തെങ്കിലും ഒരു ആക്ഷൻ ഉണ്ടാവണം. ഇത് നിങ്ങൾ മീഡിയക്കാർ വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. കാരണം കുട്ടികളുടെ ഭാവിയാണ്. അതുപോലെ തന്നെ ഇവരെ ഇങ്ങനെ പിഴിഞ്ഞ് ഇത്രയും ടോർച്ചർ ചെയ്ത് ഇവരെ പുറത്തേക്ക് ഇറക്കി കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ഒരു സ്പിരിച്വൽ വശമാണ് പറയുന്നത്, അവരുടെ മാനസിക തലം കംപ്ലീറ്റ് മാറും. ആതുര സേവന മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ് ഡോക്ടേഴ്സ്. അവരെ നമ്മൾ കുട്ടികളെ വീട്ടിൽ നിന്ന് പഠിപ്പിക്കുന്ന അനുസരിച്ചാണ് അവർ നാട്ടിൽ പെരുമാറുന്നത്. അതുപോലെ വിദ്യാലയം വളരെയധികം കുട്ടികളുടെ ക്യാരക്ടറിനെ മോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ്. അത്തരം ഒരു സ്ഥാപനത്തിൽ നിന്ന് ഒരു പൈശാചിക സ്വഭാവമായി പണപ്പിശാശായിട്ട് പുറത്തിറങ്ങിയാൽ പേഷ്യൻസിൻ്റെ അവസ്ഥ എന്തായിരിക്കും? രോഗികളോടും അവരിങ്ങനെ തന്നെ കാണിക്കുള്ളൂ. കാരണം അവർക്ക് കിട്ടിയതല്ലേ അവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കരുണ, വിനയം, സ്നേഹം, പരിചരണം, ഇതൊക്കെ എങ്ങനെയാണെന്ന് ഹോസ്പിറ്റലിൽ പഠിപ്പിച്ചു കൊടുക്കണം. പൈസ ഉണ്ടാക്കുക അല്ല ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അൾട്ടിമേറ്റ്. ഇത് ഞാനുമായി ബന്ധപ്പെട്ട് വലിയ ഹോസ്പിറ്റലുകളുമായിട്ട് ബന്ധപ്പെട്ട് ഞാനിത് സംസാരിച്ചു. ഇമ്മീഡിയറ്റായിട്ട് ഈ കുട്ടികൾക്ക് നീതി കിട്ടണം. അവരുടെ നിന്ന് മേടിച്ച പൈസ, പല അമ്മമാരും കഷ്ടപ്പെടുന്നുണ്ട്, ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. സോ അത് ഒരു വിഷയം. അടുത്തത്